ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഫോണിലൂടെ സിമ്പിളായിട്ട് എങ്ങനെ IELTSന് രജിസ്ട്രേഷൻ നടത്താമെന്നുള്ളതാണ്. അപ്പം ഒരു 5 മുതൽ 10 മിനിറ്റിനുള്ളിൽ നമുക്ക് വേഗം തന്നെ ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാം. നമുക്ക് ഒരു എക്സ്റ്റേണൽ ഹെൽപ്പിൻ്റെ ഒരു ആവശ്യമില്ല. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഫസ്റ്റിൽ നമ്മൾ ഗൂഗിൾ എടുക്കുക. എന്നിട്ട് ഗൂഗിളിൽ IELTS രജിസ്ട്രേഷൻ എന്ന് ടൈപ്പ് ചെയ്യാം. നമ്മൾ ചെയ്തതിന് ശേഷം കാണുന്ന ഫസ്റ്റ് സൈറ്റുണ്ട്, IDPയുടെ സൈറ്റാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ IDP വഴിയാണ് എക്സാം രജിസ്ട്രേഷൻ നടത്തുന്നത്. ദെൻ ബുക്ക് IELTS എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്കൊരു ഫേസ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ്. അപ്പം ആദ്യമേ നമുക്കത് നോക്കാം. ഓക്കെ, നമുക്കിവിടെ തന്നിരിക്കുന്നത് സെലക്ട് ടെസ്റ്റ് മോഡ്യൂൾ, ടെസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ടെസ്റ്റാണ്. നമ്മൾ ഏത് ടെസ്റ്റാണ് എഴുതുന്നത്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആണോ അല്ലെങ്കിൽ പെൻ ആൻഡ് പേപ്പർ ബേസ്ഡ് ആണോ എന്നുള്ളതാണ് അവിടെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നോക്കുക. ഞാൻ ഇവിടെ പെൻ ആൻഡ് പേപ്പറാണ് ചെയ്യുന്നത്, അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് മൊഡ്യൂളാണ് വേണ്ടത്, അക്കാഡമിക് ആണോ ജനറൽ ആണോ എന്നുള്ളത്. അപ്പം ഞാൻ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഞാനിവിടെ അക്കാഡമിക്കാണ് നോക്കുന്നത്. ദെൻ സെലക്ട് സിറ്റി. നമ്മൾ ഏത് സിറ്റിയിലാണ് എക്സാം എഴുതാൻ പോകുന്നത് ആ സിറ്റിയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ കുറേ സിറ്റീസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതാണെന്ന് വെച്ചാൽ അത് നോക്കി സെലക്ട് ചെയ്യാം. ഞാനിവിടെ കോട്ടയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ശരിയായി. നമ്മളിനി ബുക്ക് നൗ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചൂസ് ചെയ്യാം ഏതെങ്കിലും ഒരു ഡേറ്റ്. കാരണം പെൻ ആൻഡ് പേപ്പർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡേറ്റൊക്കെ കാണത്തുള്ളൂ. കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്, എല്ലാ ദിവസവും എക്സാം കാണും. അപ്പം ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ബാക്കി ബുക്ക് നൗ കൊടുക്കുക. അപ്പോൾ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതായിരിക്കും അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ്. ഇവിടെ 2 ഡേറ്റാണുള്ളത്, അതിലൊന്ന് സെലക്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് ആണ് ശരിക്കും രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സ്റ്റെപ്സ് വരുന്നത്. ഒരു 6 സ്റ്റെപ്പുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മുടെ പാസ്പോർട്ട് എടുത്ത് വെക്കുക. പാസ്പോർട്ടിൻ്റെ അടുത്തുള്ള പോലത്തെ ഡീറ്റെയിൽസാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. പാസ്പോർട്ട് നോക്കി കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. ഫസ്റ്റിൽ മിസ്സസ് ആണോ മിസ്റ്റർ ആണോ എന്നൊക്കെയുള്ള ഓപ്ഷൻ നോക്കി സെലക്ട് ചെയ്യുക. ദെൻ നമ്മുടെ ഫസ്റ്റ് നെയിം എന്ന് പറയുമ്പോൾ നമ്മുടെ പേര്, അത് നമ്മുടെ പാസ്പോർട്ടിലുള്ളതുപോലെ തന്നെ നമ്മൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ലാസ്റ്റ് നെയിം ഉണ്ട്. ലാസ്റ്റ് നെയിം എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ്റെ പേര് അല്ലെങ്കിൽ നമ്മുടെ ഇനിഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി നെയിം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. എല്ലാം പാസ്പോർട്ടിലുള്ള പോലെ തന്നെ കൃത്യമായിട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ അതൊക്കെ നമ്മൾ കൊടുക്കുക. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന മൊബൈലും ഇമെയിൽ ID മാത്രമായിരിക്കണം കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ പാസ്പോർട്ട് നമ്പർ കൊടുക്കുക. അത് നമ്മുടെ പാസ്പോർട്ടിൽ നോക്കിയിട്ട് കറക്റ്റായിട്ട് തെറ്റാണ്ട് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ദെൻ നമ്മുടെ പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി, അതായത് എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരിക്കുമല്ലോ, ആ ഡേറ്റും പാസ്പോർട്ടിൽ തന്നെ ഉണ്ട്, അത് നോക്കി കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ദെൻ നമ്മൾ ഡിസേബിൾ ആണോ എന്നുള്ളത് ഇവിടെ നോന്ന് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ കാര്യത്തിൽ അപ്പം നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. പിന്നെ ബാക്കി 2 ബോക്സസ് നമ്മൾ ടിക്ക് ചെയ്യുക. ദെൻ പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് സ്റ്റെപ്പ്. വളരെ സിമ്പിളാണ്. ഇനി സെക്കൻഡ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഇത്രയും കൊടുത്ത ഡീറ്റെയിൽസൊക്കെ അവരൊന്നും കൂടി കാണിച്ചേക്കുന്നതാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കി ക്ലിയർ ചെയ്യുക. പിന്നെ ഇവിടെ ബാക്കി വരുന്ന കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ഭാഗമുണ്ട്. നമ്മുടെ നാഷണാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ സിമ്പിളാണ്. പിന്നെ നമ്മൾ ഏത് രാജ്യത്തേക്കാണ് പോകേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പിന്നെ നമ്മൾ എത്ര നാൾ ഇംഗ്ലീഷ് നമുക്കറിയാം, എത്ര വർഷമായിട്ട് നമുക്ക് ഇംഗ്ലീഷ് അറിയാം എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അത് നിങ്ങൾക്ക് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷനിലാണ്, പക്ഷേ ഞാനിതൊക്കെ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് പ്രൊസീഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കുക. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് ആഡ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത്. ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട. നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളത് ഇവർ പറയുന്ന രീതിയിലുള്ള MBയിലാക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ട് ആഡ് ചെയ്യുക. ഇവിടെ 1 MB അതിൽ കൂടുതൽ പാടില്ല എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഫസ്റ്റ് പേജും സെക്കൻഡ് പേജും ആഡ് ചെയ്ത് കറക്റ്റാക്കിയതിന് ശേഷം നമ്മൾ ഇത് പ്രൊസീഡ് ചെയ്യുക. അങ്ങനെ നെക്സ്റ്റ് പേജിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് പേജ് എന്ന് പറയുമ്പോൾ നമുക്കിത് സ്കിപ്പ് ചെയ്യാന്നുള്ളത്. കാരണം നമ്മൾ
നമ്മുടെ സ്കോർ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിലോട്ട് കൊടുക്കണം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലോട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് വെക്കുക, ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്തിട്ട് ശേഷം നമുക്ക് വരുന്നൊരു പേജ് എന്ന് പറയുന്നത് നമ്മൾ എത്ര നാളും കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഉള്ള ഒരു ലിസ്റ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കൺഫേം ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും. അതായത് നമ്മുടെ ഇമെയിൽ ID ഒന്നും കൂടി കൺഫേം ചെയ്യണം, മൊബൈൽ നമ്പർ, പിന്നെ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഒന്നും കൂടി കൺഫേം ചെയ്യണം. ഇതെല്ലാം കൺഫേം ചെയ്തിട്ട് ഒന്നും കൂടി ക്രോസ് ചെക്ക് നന്നായിട്ട് ചെയ്യുക, കാരണം തെറ്റ് വരാൻ പാടില്ല. അപ്പോൾ എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊസീഡ് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുക. ഇനി നമുക്ക് പേയ്മെൻറ്റാണ് നടത്തേണ്ടത്. അപ്പോൾ പേയ്മെൻറ്റ് നടത്താൻ ഇവിടെ കുറേ മെത്തേഡ്സ് ഉണ്ട്. അപ്പം ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് നെറ്റ് ബാങ്കിങ് ആണ്. അപ്പം എനിക്ക് GPay വഴി അല്ലെങ്കിൽ UPI ID ഉപയോഗിച്ചിട്ട് നമുക്ക് വേഗം തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ നെറ്റ് ബാങ്കിങ് ആണ് ചൂസ് ചെയ്യുന്നത്, അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പം ഞാനിവിടെ എൻ്റെ UPI ID ഒക്കെ കൊടുത്തു, എന്നിട്ട് പ്രൊസീഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വെരിഫൈ ചെയ്യുക, അവിടെ ഒരു ബോക്സ് ഉണ്ട്, ടിക്ക് ചെയ്ത് വെരിഫൈ ചെയ്യുക. അപ്പോൾ അത് സെറ്റായി കഴിയുമ്പോഴേക്കും നമുക്ക് പ്രൊസീഡ് കൊടുക്കാം. ഇനി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും ഗൂഗിൾ പേയിൽ. ഓക്കെ, നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ അത് പൈസ അടയ്ക്കാനുള്ള എൻ്റെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നമ്മൾ GPayയിലോട്ട് പോവും, പേയ്മെൻറ്റ് നടത്തുക. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാവുന്ന ഒരു സ്റ്റെപ്പാണ്, വേഗം തന്നെ ചെയ്ത് തീർക്കാം. ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇത്ര നേരം കൊടുത്ത പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പ്രിൻ്റ് എടുത്ത് വെക്കാം. അപ്പോൾ അത് പ്രിൻ്റ് എടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഫോണിലൂടെ ചെയ്യുമ്പോൾ പ്രിൻ്റ് എടുക്കാൻ പറ്റത്തില്ല, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, PDF എടുത്ത് വെക്കുക. അപ്പോൾ PDF ആക്കി സൂക്ഷിച്ച് വെക്കുക, പിന്നെ അത് പ്രിൻ്റ് എടുത്താൽ മതി. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നോക്കണം എന്നുണ്ടെങ്കിൽ നേരെ കാൻഡിഡേറ്റ് ലോഗിനിൽ കയറിയിട്ട് അവിടെ വേറെയും കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എക്സാം സ്വിച്ച് ചെയ്യാം, അങ്ങനെയൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കി കണ്ടും ചെയ്യുക. പിന്നെ നമുക്ക് DVS സബ്മിറ്റ് ചെയ്യണം, അത് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, അത് വേഗം സബ്മിറ്റ് ആയിക്കോളും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇനിയും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.